നമ്മുടെ കഥാനായകൻ ചോയ് ഡേഹോ, അദ്ദേഹം ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ജോലി ഇതായതുകൊണ്ട് തന്നെ കുറച്ച് ശത്രുക്കളും ഉണ്ട് പുള്ളിയുടെ നാട്ടിൽ. അപ്പൊ എന്തായാലും ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ കഥാനായകനും അദ്ദേഹത്തിന്റെ മകനും അവർ രണ്ടുപേരും കൂടെ വളരെ സന്തോഷത്തോടെയാണ് ജീവിച്ചു പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മകൻ ഒരു പാർക്കിൽ പോകണം അങ്ങനെയുള്ള ആഗ്രഹപ്രകാരം ഇവർ രണ്ടുപേരും കൂടി, നമ്മുടെ കഥാനായകനും അദ്ദേഹത്തിന്റെ മകനും കൂടെ കൂടിയിട്ട് ഒരു പാർക്കിൽ പോകുകയാണ്, അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി. അവിടെ എത്തി അവരിങ്ങനെ അടിച്ചു പൊളിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ കഥാനായകന് അദ്ദേഹത്തിന്റെ മകനെ നഷ്ടമാകുന്നത്. അതായത് മകനെ ആരോ പിടിച്ചുകൊണ്ട് പോവുകയാണ്, പെട്ടെന്ന് കാണാതായി. മാത്രമല്ല ചോയ് ഡേ ഹോയെയും നമ്മുടെ കഥാനായകനെ ആരോ മറ്റെന്തോ വെച്ച് കുത്തി, നീഡിലോ സുറിഞ്ചോ അങ്ങനെ പോലെയുള്ള എന്തോ വെച്ച് കുത്തി അദ്ദേഹത്തിനെയും ബോധം കെടുത്തി അവിടെ കിടത്തുന്നുണ്ട്. അപ്പൊ ഈ സംഭവമൊക്കെ അരങ്ങേറിയിട്ട് ഏകദേശം 3 വർഷത്തോളമായി. ഇതൊക്കെ നടന്ന് കഴിഞ്ഞിട്ട് ഇപ്പൊ 3 വർഷത്തോളമായി. പോലീസൊക്കെ അന്വേഷിക്കുന്നുണ്ട്, അല്ലാണ്ടും അന്വേഷണം നടക്കുന്നുണ്ട്, പല രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ മകനെ പറ്റി യാതൊരു വിധത്തിലുള്ള ഒരു അറിവോ കാര്യങ്ങളോ ഒന്നും അദ്ദേഹത്തിന് കിട്ടിയില്ല. മകൻ എവിടെ പോയി, മരിച്ചോ, ജീവിച്ചിരിപ്പുണ്ടോ, ഒരറിവും അദ്ദേഹത്തിന് കിട്ടിയില്ല. അങ്ങനെ ആകെ തലയ്ക്കും ഭ്രാന്ത് പിടിച്ച് ആകെ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് മുന്നിൽ ഒരു വഴി വരുന്നത്, ലൂസിഡ് ഡ്രീംസ്. പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന, അതായത് ലൂസിഡ് ഡ്രീംസിൽ തുടങ്ങി പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന നല്ല ഒന്നാമത്തെ ഒരു ഫൈ സസ്പെൻസ് ത്രില്ലർ മൂവി. ഫൈ എന്ന വാക്കിനേക്കാൾ കൂടുതൽ വേണമെങ്കിൽ ത്രില്ലർ മൂവി എന്നുകൂടി നമുക്ക് ഉൾപ്പെടുത്താം. അത്യാവശ്യം നല്ല ത്രില്ലിങ്ങും അതുപോലെ തന്നെ ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്തൊക്കെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ലൂസിഡ് ഡ്രീംസ് ഈ ടേം ഇപ്പം എനിക്ക് കിട്ടാൻ കാരണം, ഈ ഫൈ ടേം അതിപ്പോൾ എനിക്ക് കിട്ടാൻ കാരണം ഈ അടുത്ത ഇടയ്ക്ക് നമ്മുടെ ഇടയിലോട്ട് വന്നൊരു മലയാള ചിത്രം, ഇപ്പം അത്യാവശ്യം സംസാര വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു മലയാള ചിത്രം പെൻഡുലം എന്ന സിനിമ കണ്ട ശേഷമാണ് ഈ ഒരു സിനിമയിലോട്ട് വരാൻ തന്നെ ഞാൻ ഉണ്ടായ കാരണം. അപ്പോൾ പെൻഡുലം എന്ന ചിത്രം ഞാൻ കണ്ട ശേഷം എനിക്ക് അതിൽ നിന്നും കിട്ടിയ ചെറിയൊരു കാര്യം, മൊത്തത്തിലുള്ള കാര്യമല്ല, അല്ലെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെയുള്ള എക്സ്പ്ലനേഷൻ അല്ല, എനിക്ക് മനസ്സിലായ ചെറിയൊരു പോയിന്റ് എന്നുള്ള രീതിയിൽ ഞാൻ പറയാം. അതായിരിക്കണം ശരി, അല്ലെങ്കിൽ അത് തന്നെയാണ് ചിത്രത്തിൽ പറയുന്നത് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരുപക്ഷെ അത് തെറ്റായിരിക്കാം, എനിക്ക് മനസ്സിലായ കാര്യം മാത്രം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായതും കൂടി നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ ഇടുവാണെങ്കിൽ അല്പം കുറച്ചുകൂടി നമുക്ക് എല്ലാവർക്കും കൂടി അത് ക്ലിയർ ആക്കാൻ പറ്റും സിനിമ എന്താണെന്നുള്ളത്. അപ്പോൾ എനിക്ക് മനസ്സിലായ ചെറിയൊരു കാര്യം, അതും ആരംഭം മുതലല്ല, ഒരു ചെറിയ ഏകദേശം സിനിമയുടെ 1/4 ഭാഗം മുതൽ കാണിക്കുന്ന ഒരു സീൻ മുതൽ ഞാൻ പറഞ്ഞു തുടങ്ങാം. അതായത് ഇപ്പം കാണിക്കുന്ന ഈ സീനിൽ, അതായത് ഈ സീൻ ചിത്രത്തിന്റെ ആദ്യ ഭാഗങ്ങളിലും കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ നമ്മുടെ അമീറും ഏഞ്ചലും സംസാരിച്ച ശേഷം ഏഞ്ചൽ തിരിച്ചു വന്ന് വാഹനത്തിൽ കയറുകയാണ്, ജീപ്പിൽ കയറിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ നമ്മുടെ കഥാനായകൻ ഡോക്ടർ മഹേഷ് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. ഇതിനടുത്ത് വരുന്ന സീനിൽ ഇന്ദ്രൻ സേട്ടന്റെ ഒരു ഡയലോഗും പറയുന്നുണ്ട്, മനുഷ്യൻ എല്ലാ കാലഘട്ടങ്ങളിലും, അതായത് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ അതാണ് ഉദ്ദേശിക്കുന്നത്, എല്ലാ കാലഘട്ടങ്ങളിലും ഒരേപോലെ ജീവിക്കുന്നു എന്നുള്ളൊരു ഡയലോഗും ഇന്ദ്രൻ സേട്ടൻ പറയുന്നു. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു, അതായത് ഡോക്ടർ മഹേഷ് അവരുടെ ഡ്രീം സ്പേസുമായിട്ട് കണക്ട് ആവുന്ന സീൻ എന്നുള്ള രീതിയിലാണ് ഇത് കാണിക്കുന്നതെന്ന് തോന്നുന്നു. അതൊരു ഡൗട്ട് മാത്രം. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. ഇനി അല്ലാതെ നോക്കുവാണെങ്കിൽ, ചിത്രത്തിന്റെ ആദ്യ ഭാഗങ്ങളിലോട്ട് നോക്കുവാണെങ്കിൽ, ഡോക്ടർ മഹേഷും മഹേഷിന്റെ ഫാമിലിയും കൂടി ട്രിപ്പ് പോകുന്നുണ്ട്, മറയൂർ ഭാഗങ്ങളിലോട്ടൊക്കെ ട്രിപ്പ് പോകുന്നുണ്ട്. അവിടെ എത്തിക്കഴിയുമ്പോൾ ചില സീനറീസ് അല്ലെങ്കിൽ സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്, ഇവിടെയൊക്കെ ഞാൻ മുന്നേ വന്നതുപോലെ എനിക്ക് തോന്നുന്നു എന്നുള്ളൊരു കാര്യം. അപ്പൊ അദ്ദേഹത്തിന്റെ വൈഫും പറയുന്നുണ്ട്, ആയിരിക്കാം ചിലപ്പോൾ 10-15 വർഷം മുന്നേ നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരും ഒക്കെ ഒത്ത് അവിടെ വന്നപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടാകാം എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ വൈഫും പറയുന്നുണ്ട്. അപ്പോൾ എനിക്കും തോന്നിയ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഒരുപക്ഷെ 10-15 വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹം തന്റെ കമ്പനിക്കാരൊത്ത് ഇവിടെ വന്നിരിക്കാം. ആ ഒരു ടൈമിലായിരിക്കാം ഒരുപക്ഷെ അമീറും അഞ്ജലിയും സംസാരിക്കുന്ന കാര്യങ്ങൾ ഇദ്ദേഹം കേട്ടതും ഇവരുടെ ഡ്രീം സ്പേസിൽ ഇദ്ദേഹം പെട്ടുപോയത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇവരുടെ ഡ്രീം സ്പേസിൽ നമ്മുടെ കഥാനായകൻ ഡോക്ടർ മഹേഷും പെട്ടുപോയി. പിന്നെ അവരുടെ ആ ഒരു ഡ്രീം ഫേസ് അല്ലെങ്കിൽ അവരുടെ ഡ്രീം കാര്യങ്ങളൊക്കെ മഹേഷിനെ ഇട്ട് ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് സിനിമ മുഴുവൻ ഒരു 80% കാര്യങ്ങളും മഹേഷ് എന്ന നമ്മുടെ കഥാനായകന്റെ ഡ്രീമിൽ നടക്കുന്ന കാര്യങ്ങളായിട്ടാണ് എനിക്ക് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയൊരു കാര്യം, എനിക്ക് തോന്നിയത് മാത്രം. കാരണം ഇപ്പൊ ആ വാഹനം ലോറി അത് വരുന്നതും അത് ഇദ്ദേഹത്തെ ഇടിക്കുന്നതും ശേഷം വാഹനത്തിന് ഡ്രൈവറുടെ അടുത്ത് ഇദ്ദേഹം പോയി അന്വേഷിക്കുന്നതും, ഈ കാര്യങ്ങളൊക്കെ സിനിമയിൽ ഡ്രീം തന്നെയാണ്, അത് ആ മഹേഷിന്റെ സ്വപ്നം തന്നെയാണ് എന്നാണ് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം. ഇതിനിടയ്ക്ക് എന്തായാലും അദ്ദേഹം പിന്നെ ഒരു ലൂപ്പിലും പെട്ടുപോകുന്നുണ്ട്. എന്തായാലും ഇത് അവസാനിപ്പിക്കണമല്ലോ ഈ ഡ്രീം, അതായത് അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഈ ഡ്രീം ഫേസ്, ഇല്ലെങ്കിൽ ഈ ഡ്രീം അവസാനിപ്പിക്കണമെങ്കിൽ അമീർ ആരാണ്, അമീർ എന്താണെന്ന് അദ്ദേഹം അറിയണം. എനിക്ക് മാത്രമേ ആ ഡ്രീം അവിടെ തീർന്നു പോകുള്ളൂ. അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ ഡ്രീം സ്പേസ് തന്നെ, അല്ലെങ്കിൽ ഡ്രീം തന്നെ നടത്തുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ, അത് മൊത്തമാണ് ചിത്രം ആദ്യം മുതൽ അവസാനം വരെ കാണിക്കുന്നത് എന്നാണ് ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം. അങ്ങനെ ഫൈനലി അവരൊരു ക്ലൈമാക്സിൽ എത്തുന്നുണ്ട്. അതായത് അമീർ എന്നയാൾ മരണപ്പെട്ടു, അതിനൊരു മുഖവും അവർ കാണിക്കുന്നില്ല.
അതുകൊണ്ട് തന്നെ അവിടെ എനിക്ക് തോന്നിയൊരു ഡൗട്ട്, അദ്ദേഹത്തിന്റെ ഡ്രീം തന്നെ, അതായത് ഡോക്ടർ മഹേഷിന്റെ ഡ്രീം തന്നെ കെട്ടിച്ചമയ്ക്കുന്ന ഒരു ക്ലൈമാക്സ് ആയിരിക്കാം അത്. കാരണം അമീർ എന്ന ആളെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ആ ഡ്രീം ഫേസ് അവിടെ തീരും. അപ്പൊ അതിന് അദ്ദേഹത്തിന്റെ ഡ്രീം തന്നെ കണ്ടെത്തുന്ന ഒരു സൊല്യൂഷൻ ആയിരിക്കാം ഒരുപക്ഷെ അമീർ എന്നയാൾ മരണപ്പെട്ടു എന്നുള്ളത്. അപ്പൊ എന്തായാലും ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഇതെല്ലാം. ഇതെനിക്ക് തോന്നിയത് മാത്രം, ഇതിൽ തെറ്റുണ്ടാകാം. തീർച്ചയായും ഉണ്ടെങ്കിൽ നിങ്ങളത് എനിക്ക് കുറച്ചുകൂടി വ്യക്തമാക്കി തരിക കമന്റ് ബോക്സിൽ. അപ്പൊ എന്തായാലും ചിത്രം നല്ല രീതിയിൽ കോംപ്ലിക്കേറ്റഡ് ആണ്, നല്ല രീതിയിൽ നമ്മളെ കോംപ്ലിക്കേറ്റഡ് ആക്കി കൊണ്ടുപോകുന്ന ഒരു ചിത്രമാണ്. അത്ര എളുപ്പത്തിൽ എല്ലാവർക്കും കിട്ടുക എന്നുള്ളത് പാടായിട്ടാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. കിട്ടിയവർ തീർച്ചയായും അതിന്റെ ആശയം കംപ്ലീറ്റ് കിട്ടിയവർ എനിക്ക് കൂടി ഒന്ന് വ്യക്തമാക്കി തരിക, അപ്പൊ കുറച്ചുകൂടി ഒരു ഇത് കിട്ടും. എന്തായാലും ഇത്രയും കോംപ്ലിക്കേറ്റഡ് അല്ലാതെ ഈ ലൂസിഡ് ഡ്രീം അല്ലെങ്കിൽ എന്താ പറയുക ഡ്രീം ഷെയറിംഗ് തുടങ്ങിയ 5 ടേമുകൾക്ക് കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ നല്ല രീതിയിൽ നമുക്ക് തരുന്നത്. ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ പെൻഡുലം എന്ന ചിത്രം വരെ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ എക്സ്പ്ലനേഷൻ നൽകുന്ന ഒരു ചിത്രം കൂടിയാണ് ലൂസിഡ് ഡ്രീംസ് എന്ന 2017 പുറത്തിറങ്ങിയ ഈ ചിത്രം. അപ്പൊ ആ ചിത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളൊരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള നല്ല സിനിമകൾ അല്ലെങ്കിൽ റിലീസ് ആവുന്ന സിനിമകളുടെയൊക്കെ വിശേഷങ്ങൾ നിങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ. എന്തായാലും നമുക്ക് ഇന്നത്തെ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. നമസ്കാരം, മൂവി ഫെറോണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2017 പുറത്തു വന്ന ഒരു കൊറിയൻ സയൻസ് ഫിക്ഷൻ ത്രില്ലർ മൂവി ആയിട്ടുള്ള ലൂസിഡ് ഡ്രീംസ് എന്ന സിനിമയുടെ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനകം ഈ സിനിമ പല ആൾക്കാരും കണ്ടതായിരിക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ചിത്രത്തിനെ പറ്റി ഞാൻ പറയുന്നത്. അപ്പൊ എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പെൻഡുലം എന്ന സിനിമ കണ്ട ശേഷമാണ് ഈ സിനിമയെ പറ്റി ഒരു ഐഡിയ അല്ലെങ്കിൽ കാര്യങ്ങൾ എനിക്ക് കിട്ടിയതും ഈ സിനിമ കാണാൻ ഞാൻ കാരണമായതും. എന്തായാലും ഈ സിനിമയിലോട്ട് വരുമ്പോൾ, ലൂസിഡ് ഡ്രീംസിലോട്ട് വരുമ്പോൾ നല്ല രീതിയിൽ 5 ടൈംസ് ആയിട്ടുള്ള ലൂസിഡ് ഡ്രീംസ്, അതുപോലെ തന്നെ ഡ്രീം ഷെയറിങ് തുടങ്ങിയ കാര്യങ്ങളുടെയൊക്കെ നല്ലൊരു വ്യക്തത ഇവർ തരുന്നുണ്ട് ഈ സിനിമയിൽ. നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ഒന്നും ആക്കുന്നില്ല, ഒത്തിരി നല്ല യാതൊരു വിധത്തിലും അത് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. ഇതൊരു 5 മൂവി മാത്രമല്ല, സയൻസ് ഫിക്ഷൻ എലമെന്റുകൾ മാത്രമല്ല ഈ സിനിമയിലുള്ളത്. നല്ല ഒന്നാന്തരം സസ്പെൻസ് ത്രില്ലർ മൂവി കൂടിയാണ് തീർച്ചയായിട്ടും ലൂസിഡ് ഡ്രീംസ്. അപ്പൊ എന്തായാലും എനിക്ക് സിനിമയിൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യങ്ങളോട്ട് നോക്കാം. ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതുപോലെ കൊറിയൻ സിനിമകൾ കാണുമ്പോൾ എനിക്കൊരു പ്രത്യേകത തോന്നിയേക്കുന്ന ഒരു കാര്യമുണ്ട്. സിനിമ നമ്മളെ ഇമോഷണലി നല്ല രീതിയിൽ കണക്ട് ചെയ്യും. ഈ സിനിമയായാലും കണ്ടു കഴിഞ്ഞപ്പോൾ അവസാനിപ്പിച്ചപ്പോൾ എന്നെ ഇമോഷണലി നല്ല രീതിയിൽ കണക്ട് ചെയ്തു. എൻ്റെ കണ്ണൊന്നും നനയ്ക്കാതെ ആ ചിത്രം നിർത്താനായിട്ട് പറ്റിയില്ല എന്നുള്ളത് തന്നെയാണ് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴും എനിക്ക് തോന്നിയൊരു കാര്യം. അതൊക്കെ ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു വിജയം തന്നെയാണ്. നമ്മളെ പിടിച്ചിരുത്താൻ അതിന് പറ്റും എന്നുള്ളത് തന്നെ. എന്തായാലും സിനിമ നല്ല രീതിയിൽ എൻഗേജിങ് ആക്കി, നല്ല രീതിയിൽ എന്താ പറയുക, ഇപ്പൊ പറഞ്ഞ രീതിയിൽ ലൂസിഡ് ഡ്രീംസിനായാലും അതുപോലെ തന്നെ ഡ്രീം ഷെയറിങ്ങിനായാലും നല്ല രീതിയിൽ കുറെ എക്സ്പ്ലനേഷനൊക്കെ നൽകി എളുപ്പത്തിൽ നമ്മളിലോട്ട് എത്തിച്ചു എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഒട്ടും സിനിമ കോംപ്ലിക്കേറ്റഡ് ആകുന്നില്ല. മാത്രമല്ല നല്ല രീതിയിൽ സസ്പെൻസും കാര്യങ്ങളും ഒക്കെ നിറച്ച് നല്ല രീതിയിൽ ഒരു ത്രില്ലിംഗ് മോഡിലുമാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ക്ലൈമാക്സിലോട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കൊണ്ടുവന്നൊരു എലമെന്റ് കൊണ്ടിടുന്നു, നമ്മളെ ആലോചിക്കുന്നു, അതിനുശേഷം ഉടനെ തന്നെ അതിന് എക്സ്പ്ലനേഷൻ നൽകുന്നു. എല്ലാം എനിക്ക് നല്ല രീതിയിൽ തന്നെ തോന്നി സിനിമ കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ സിനിമയുടെ മ്യൂസിക്കിനും വളരെ പ്രധാനമായിട്ടുള്ള ഒരു പങ്കുണ്ട്. അത്രത്തോളം നമ്മളെ എൻഗേജിങ് ആക്കാനും ത്രില്ലിംഗ് ആക്കാനും ഒക്കെ നല്ല രീതിയിൽ അതിൻ്റെയും ഒരു സ്ഥാനമുണ്ട്. മ്യൂസിക്കിനും നല്ല രീതിയിൽ അതിന്റെ പങ്ക് വഹിച്ചിട്ടുണ്ട് സിനിമയ്ക്കുള്ളിൽ. അപ്പൊ എന്തായാലും ഓവറോൾ എനിക്ക് നല്ലൊരു മികച്ച എക്സ്പീരിയൻസ് തന്നെയാണ് തീർച്ചയായിട്ടും സിനിമ തന്നത്. അപ് ടു എൻ്റെ ഒട്ടും ലാഗില്ലാതെ ഞാൻ കണ്ടിരുന്നു എന്നുള്ളത് തന്നെയാണ്. ചിത്രം നെറ്റ്ഫ്ലിക്സിൽ സബ്ടൈറ്റിൽ ഉൾപ്പെടെ അവൈലബിൾ ആണ്. സബ്ടൈറ്റിലിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞ പോലെ വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല സിനിമയിൽ. എന്തായാലും നിങ്ങൾ ഏത് ചാനലിലുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നവരായാലും നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും. കാരണം അതിലുള്ള വകുപ്പുകൾ എല്ലാം മിക്സ് ചെയ്തിട്ടാണ് സിനിമ കൊണ്ടുവന്നേക്കുന്നത്. ചെറിയ രീതിയിൽ കോമഡി കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സിനിമ തരും. കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും സിനിമ കാണുക. നെറ്റ്ഫ്ലിക്സിലുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ 6.8 ഔട്ട് ഓഫ് 10 ആണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റിംഗ്. അതുപോലെ ഇതുപോലെയുള്ള ഒരു നല്ല സിനിമ അല്ലെങ്കിൽ റിലീസ് ആവുന്ന സിനിമകൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളുമായിട്ട് പുതിയൊരു വീഡിയോയിലൂടെ ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.